എല്ലാവർക്കും നമസ്കാരം. ലളിതാ സഹസ്രനാമം ശ്ലോകം 45. നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ്യ നിരവധ്യ നിരന്തര. ഒന്നാമത്തെ നാമം നിത്യമുക്ത എന്നും പ്രാപഞ്ചിക ബന്ധങ്ങളിൽ നിന്നും മുക്തയായിരിക്കുന്നവൾ എന്നർത്ഥം. മറ്റൊരർത്ഥം ഭക്തന്മാർക്ക് നിത്യമുക്തി നൽകുന്നവൾ എന്നും നിത്യവും മുക്തന്മാർ ആരിലാണോ വിലയിക്കുന്നത് ആ ദേവി എന്നും അർത്ഥം. അടുത്ത നാമം നിർവികാര, വികാരഭേദങ്ങളില്ലാത്തവൾ എന്നർത്ഥം. അതായത് രൂപമാറ്റം സംഭവിക്കാത്തവൾ. വികാരം എന്നാൽ മാറ്റം എന്ന. പ്രപഞ്ചത്തിന്റെ കാരണവസ്തുവാണ് ദേവി. കാരണത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല, കാര്യവസ്തുവിന് മാത്രമാണ് മാറ്റം സംഭവിക്കുന്നത്. അടുത്ത നാമം നിഷ്പ്രപഞ്ച, പ്രപഞ്ചരഹിതമായത്. പ്രകർഷേണയുള്ള അഞ്ചിനെ കുറിക്കുന്നു പ്രപഞ്ചം എന്ന പദം. ഈ അഞ്ച് അതായത് പഞ്ചഭൂതങ്ങൾ എന്ന് വ്യക്തം. പഞ്ചഭൂതങ്ങളുടെ സഞ്ചിത രൂപം ദേവിയിൽ നിന്നും അന്യമാണ് എന്ന് സാരം. അങ്ങനെയാകുമ്പോൾ ദേവി നിഷ്പ്രപഞ്ച എന്ന് കീർത്തിക്കപ്പെടുന്നു. അടുത്ത നാമം നിരാശ്രയ, മറ്റൊരു ആശ്രയ വസ്തുവിനെ അവലംബിക്കാത്തവൾ എന്നർത്ഥം. എല്ലാറ്റിനും ആശ്രയഭൂതയാണ് ദേവി. ആ ദേവിക്ക് മറ്റൊന്നും ആശ്രയമായിട്ടില്ലതാണ്. അടുത്ത നാമം നിത്യശുദ്ധ, ത്രികാലങ്ങളിലും ശുദ്ധയായവൾ എന്നർത്ഥം. ശുദ്ധാശുദ്ധങ്ങൾ മനഃശുദ്ധിക്കായി ശരീരികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളാണ്. കളങ്കസ്പർശമേൽക്കാത്ത ദേവി അവയ്ക്കും ഉപരിയാണെന്ന് താല്പര്യം. അടുത്ത നാമം നിത്യബുദ്ധ, നിത്യമായ ശുദ്ധ ബുദ്ധിയോടുകൂടിയവൾ അഥവാ എന്നും പ്രബുദ്ധതയിൽ വർത്തിക്കുന്നവൾ. ചിത് ചൈതന്യം തന്നെയായ ദേവിയിൽ സർവ്വവിജ്ഞാനങ്ങളും അടങ്ങിയിരിക്കുന്നു. ആകയാൽ ദേവിയെ നിത്യബുദ്ധ എന്ന് തന്നെ വിളിക്കുന്നു. അടുത്ത നാമം നിരവധ്യ. നിരവധ്യ എന്നാൽ അവധ്യയല്ലാത്തവൾ, അതായത് സർവരാലും വന്ദിക്കുന്നവൾ. അവധ്യം എന്നതിനർത്ഥം നിന്ദ്യം എന്ന്. സർവമംഗളകാരിണിയായതുകൊണ്ട് ദേവി സകലർക്കും വന്ധ്യയായിരിക്കുന്നു. അവധ്യം എന്നതിന് നരകം എന്നൊരർത്ഥം കൂടിയുണ്ട്. നരകത്തിൽ പതിക്കാതെ തന്റെ ഭക്തന്മാരെ സദാ കാത്തുരക്ഷിക്കുന്നവൾ എന്നും ഈ നാമത്തിനർത്ഥം. ലിംഗപുരാണ പ്രകാരം നരകങ്ങളുടെ എണ്ണം 26 കോടിയാണ്. ഇത്തരം നരകകൽപ്പനകൾ മനുഷ്യനെ പാപാചരണത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. അങ്ങനെ സത്കർമ്മങ്ങളിലേക്ക് നയിക്കുന്നു. പാപഭയവും ഈശ്വരവിശ്വാസവുമാണ് ജീവിതരഥത്തിന്റെ 2 ചക്രങ്ങൾ. അടുത്ത നാമം നിരന്തര, അന്തരമില്ലാത്ത മട്ടിൽ ഇടതൂർന്ന് എങ്ങും നിറഞ്ഞു നിൽക്കുന്നവൾ എന്ന അർത്ഥം. അന്തരം എന്നതിന് വിടവ്, ഭേദം എന്നർത്ഥം. ദേവിയുടെ സർവ്വവ്യാപകത്വമാണ് ഇവിടെ പറയുന്നത്. അകവും പുറവും തിങ്ങും മഹിമാവാർണനിൻ പദം എന്ന് ദൈവദശകത്തിൽ പറയുന്നുണ്ട്. ആരാണോ ബ്രഹ്മത്തിൽ അല്പമെങ്കിലും ഭേദം ദർശിക്കുന്നത് അവനെ ഭയം ബാധിക്കുന്നു. ഇവിടെ ദേവിയിൽ സജാതീയ വിജാതീയ സ്വഗത ഭേദങ്ങളില്ലെന്ന് ചുരുക്കം. നാമങ്ങൾ: ഓം നിത്യമുക്തായേ നമഃ, ഓം നിർവികാരായേ നമഃ, ഓം നിഷ്പ്രപഞ്ചായേ നമഃ, ഓം നിരാശ്രയായേ നമഃ, ഓം നിത്യശുദ്ധായേ നമഃ, ഓം നിത്യബുദ്ധായേ നമഃ, ഓം നിരവധ്യായേ നമഃ, ഓം നിരന്തരായേ നമഃ. എല്ലാവർക്കും സാക്ഷാൽ ജഗദംബയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.